രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് പോലും തേക്കാതെ വന്നിരുന്ന് ഈ കപ്പലിന്റെ തൊലി കളയും. ഇങ്ങനെയാണ് ഞാൻ എന്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എന്താ വെറൈറ്റി ഉള്ളത്. അപ്പൊ ഞാൻ വേഗം കപ്പലിന്റെ തൊലി ഒന്ന് കളയട്ടെ, എന്നിട്ട് കാണാം. നമസ്കാരം. ഞാൻ ലാസ്റ്റ് ഇട്ട സ്കിൻ പളപള തിളങ്ങുന്ന ഒരു വീഡിയോയില് എന്റെ ഡയറ്റ് എന്താണ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഇല്ലെങ്കിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ സ്കിന്നിൽ അത്രയും ആക്നെ ഉണ്ടായിട്ട് ആ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ സ്കിൻ കുറച്ചൊന്ന് ചേഞ്ച് ആവാനായിട്ട് എന്നെ സ്കിൻ കെയറിനെക്കാളും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിരുന്ന ഫുഡ് തന്നെയായിരുന്നു. അപ്പൊ എന്നെ പോലെ സ്കിന്നിൽ അത്യാവശ്യം നന്നായിട്ട് ആക്നെ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കണ്ടിട്ട് പോയി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷ് ചെയ്തതിന് മുമ്പായിട്ട് എന്നെ കുറച്ച് വെള്ളം കുടിക്കുക. അപ്പൊ മറ്റേ മരുഭൂമിയിൽ വെള്ളം വീണൊരു സുഖമാണ്. പിന്നെ ഇത് തലേന്ന് രാത്രി തന്നെ ഇതുപോലെ എന്തെങ്കിലും വെള്ളത്തിൽ ഇടിച്ചിട്ടുണ്ടായിരിക്കും. ഇതിപ്പോ ഒരു ഗ്ലാസ്സിൽ ആൽമണ്ട്സും വാൽനട്സും ഉണ്ട്. പിന്നെ ഇത് ചിയാ സീഡും ഫ്ലാക്സ് സീഡ്സും ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന ആളുകളെയൊക്കെ വായി നോക്കിക്കൊണ്ട് കഴിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വയറ് അത്യാവശ്യം ഫില്ലാവും. പിന്നെ വർക്കൗട്ട് എങ്ങാനും ചെയ്താൽ ഇത് കഴിച്ചതിന് ശേഷം പോയി വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകും. രാവിലെ എനിക്ക് 2 ഏത്തക്ക, 2 മുട്ട, പിന്നെ കുറച്ച് കപ്പലണ്ടി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലും മൂലയ്ക്ക് പോയി ഇതുണ്ടാക്കി കഴിച്ച് അവിടെ ഇരുന്നോളും. ആർക്കും ഒരു ശല്യമില്ല. അപ്പൊ കൂടുതൽ ഡയലോഗ് അടിച്ച സമയങ്ങളിൽ നമുക്ക് വേഗം പോയി ഉണ്ടാക്കി കഴിക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ ഇടണം. എന്റെ വീട്ടിൽ നെയ്യ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. നെയ്യെങ്ങാണ് ഇവിടെ ഇരിക്കുന്ന അമ്മയുടെയോ അമ്മൂമ്മയുടെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല പായസവും അതും ഇതൊക്കെ ഉണ്ടാക്കി സാധനം തീർക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ഏത്തക്ക കുനുകുനാന്ന് കട്ടിയത് അങ്ങോട്ട് ഇട്ടേക്കണം. ഇനി കുറച്ച് നേരം സ്പൂൺ വെച്ച് 2 ഇളക്കം അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ കപ്പലണ്ടി ഇടാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊടിക്കാം. പിന്നെ കയ്യിൽ വരെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. എന്റെ കയ്യിൽ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഭയങ്കര ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും. അല്ലാത്തപ്പോ പാവം നമ്മുടെ കപ്പലിന്റെ തന്നെ തുണ. നല്ല പഴുത്ത ഏത്തക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഞാൻ സാധാരണ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് ഡോക്ടർ തന്ന ഡയറ്റ് പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഒരു മടുപ്പും കൂടാതെ എന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെ ഞാൻ കഴിക്കുന്നത്. പിന്നെ ഇത് ഞാൻ അടുത്ത് കഴിച്ചു തുടങ്ങിയ ഒരു കാര്യം കാണിച്ചു തരാമേ. കല്യാണം ഒക്കെ ആകുമ്പോൾ എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന സ്കിൻ ആയിരിക്കുമല്ലോ. അപ്പൊ എന്റെ സ്കിൻ സ്ഥിരമായിട്ട് ആക്നെയും പിമ്പിൾസും വരുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആക്നെ വരുന്നതല്ല പ്രശ്നം, ഈ പണ്ടാരം വന്നിട്ട് പോകുമ്പോൾ സ്കിൻ നിറച്ച് മാർക്സ് വന്നിട്ടേ പോകത്തുള്ളൂ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ എന്നറിയിക്കാനായിട്ട്. അതാണെങ്കിൽ പോകത്തതുമില്ല, നല്ല ടൈം എടുക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് തന്നെ ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അത് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. പിന്നെ സാധാരണ ബ്രൈറ്റ്സ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. ഞാൻ എന്തോ ഇതുവരെ ചെയ്തിട്ടില്ല, ഇന്നുവരെ ചെയ്യാനും തോന്നിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ എൻഗേജ്മെന്റ് ടൈമിലാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് താല്പര്യമില്ല ഫേഷ്യൽ ഒന്നും ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പൊ എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടത്തിയോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ ഡെർമറ്റോളജിസ്റ്റിന്റെ വീഡിയോസ് ഒക്കെ നോക്കി ഇതിപ്പോ എന്താണ് സംഭവം, ശരിക്കും നല്ലതാണോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മളെ ഭയങ്കരമായിട്ട് വിളിപ്പിക്കും അങ്ങനൊന്നും അല്ല. അല്ലാതെ നമ്മുടെ ഈ സ്കിന്നിൽ നല്ല ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, ഈ ഞാൻ പറഞ്ഞതുപോലെ ആക്നെ വന്നതിന്റെ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്ച്വലി കുറയ്ക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കിയിട്ട് ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരികയാണ്. പക്ഷെ എനിക്ക് തോന്നി സെലിബ്രിറ്റീസ് ഒക്കെ ഇത് ഇൻജെക്ട് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പക്ഷെ അതുപോലെ റേറ്റും കൂടുതലാണ്. അതൊന്നും എന്നെ കൂടെ താങ്ങത്തില്ല. പിന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഗ്ലൂട്ടത്തിയോൺ ക്രീംസ് ആണ്. പക്ഷെ അതിന് റിസൾട്ട് കിട്ടാൻ നല്ല ടൈം എടുക്കും. അപ്പോഴേക്കും ഞാൻ കിട്ടി 2 പിള്ളേരും ആവും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബഡ്ജറ്റ് ഓക്കെ ആവുന്ന നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നത് ഈ ടാബ്ലറ്റ് ഫോമിൽ എടുക്കുമ്പോഴാണ്. പിന്നെ ഈ ഗ്ലൂട്ടത്തിയോൺ തന്നെ ചൈനീസ് ഗ്ലൂട്ടത്തിയോണും ജാപ്പനീസ് ഗ്ലൂട്ടത്തിയോണും ഉണ്ട്. അതിൽ ഈ ജാപ്പനീസ് ഗ്ലൂട്ടത്തിയോൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്കുള്ള റിസൾട്ട് കിട്ടുന്നതും. അത് ഈ ഈസ്റ്റിൽ നിന്ന് തന്നെ നാച്ചുറലി ഡിറൈവ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറെ റിസർച്ചും കാര്യങ്ങളും ഡോക്ടേഴ്സിന്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് വാങ്ങിയതാണ് ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ ടാബ്ലറ്റ്സ്. അപ്പൊ ഈ ഷീക്ക് ന്യൂട്രിക്സിൽ ജാപ്പനീസ് ഗ്ലൂട്ടത്തിയോൺ ആണ് ഉള്ളത്. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിലിപ്പോൾ വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കാം. അപ്പൊ ഞാൻ വാങ്ങിയ ഒരു പാക്കറ്റിൽ 20 എണ്ണമാണ് വരുന്നത്. പിന്നെ നല്ല സ്ട്രോബെറി ഫ്ലേവറും ആണ്. നമ്മൾ ഈ സാധാരണ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് കുടിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് മറ്റേ ജ്യൂസ് കുടിക്കുന്ന പോലെ ഇരിക്കും. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. എന്നാൽ ആഡഡ് ഷുഗേഴ്സും ഇല്ല. എല്ലാം നാച്ചുറലി ഉള്ളത് മാത്രമേ ഉള്ളൂ. എടാ പിന്നെ ഇത് എഫോവസൻ ടാബ്ലറ്റ് ആണ്. എഫോവസൻ എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒരു ടാബ്ലറ്റ് ഇടുമ്പോഴേക്കും ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരെ. അത് ആക്ച്വലി നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പിന്നെ അത് മാത്രമല്ല ഈ എഫോവസന്റ് ആകുമ്പോഴേക്കും അബ്സോർബ് ആവാനും എളുപ്പമാണ്. അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതെങ്ങനെ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇത് ഒരു ദിവസം ഒരെണ്ണം മാത്രമേ കുടിക്കാവുള്ളൂ. പിന്നെ വെറും വയറ്റിലൊന്നും എടുത്ത് കുടിച്ചേക്കരുത്. ഏതെങ്കിലും ഒരു നേരം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇത് കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ 250 ml വെള്ളം എടുത്തിട്ട് ഈ ഒരു ടാബ്ലറ്റ് അതിലേക്ക് ഇടണം. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ട് നമുക്ക് കുടിക്കാം. ഇതിങ്ങനെ ആവുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കുടിച്ചിട്ട് എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് കാണിച്ചു തരാമേ.
ഈ പിക്കിൽ കാണുന്ന പോലെ ഡാർക്ക് സ്പോട്സിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ 8 വീക്സ് എടുക്കുമ്പോഴാണ് നല്ലൊരു ഡിഫറൻസ് തോന്നാനായിട്ട് പറയുന്ന ടൈം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെളുക്കാനായിട്ടൊന്നും അല്ല ഞാൻ ഇത് എടുത്തത്, എന്റെ സ്കിൻ ഒന്ന് ബെറ്റർ ആവാനായിട്ടും ഈ ആക്നെ മാർക്സ് പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് കുറയാനായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഡെമറ്റോളജിസ്റ്റിന്റെ അടുത്തൊക്കെ ഒപ്പീനിയൻ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറെ ഡോക്ടേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ പ്രൈസ് ഒരു 1900 ഒക്കെയാണ് വരുന്നത്. അത് അത്ര അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ASM എന്നുള്ള എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടും. ഇനി രാവിലെയുടെയും ഉച്ചയുടെ ഇടയ്ക്ക് നമ്മുടെ ഷീറ്റ് ന്യൂട്രിക്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. മിക്കപ്പോഴും ആപ്പിളായിരിക്കും. നിങ്ങൾ സാധാരണ ഈ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ കഴിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വെച്ച് കഴിച്ചു നോക്ക്. ഒരു 1 വീക്ക് കഴിക്കുമ്പോൾ തന്നെ അതിന്റെ ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. എന്റെ എന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ എല്ലാ ദിവസവും ഒരേ സാധനം തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചോറും കറിയാണെന്ന്. എന്നല്ല, നിങ്ങൾക്ക് തെറ്റി. അതാണ് ദോശ. ദോശയും സാമ്പാറുമാണ് ഞാനിന്ന് ചോറും കറിക്കും പകരം കഴിക്കുന്നത്. ചോറ് എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. എന്താണെന്നറിയില്ലടാ, വേറെ എന്തുണ്ടാക്കാൻ പറഞ്ഞത് ഞാൻ തട്ടിക്കൂട്ടി ഒരു പരുവത്തിൽ അത് ഒപ്പിക്കും. പക്ഷെ ദോശ അതെന്നെ കൊണ്ട് നടക്കൂല. ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും അതൊരു മതി ചതഞ്ഞ് ഒടിഞ്ഞൊക്കെ കിട്ടുന്നത്. എന്നാൽ എനിക്ക് എന്നും ദോശ തന്നെ വേണം കഴിക്കാനും. അതുകൊണ്ട് എനിക്ക് അമ്മയാണ് ഞാൻ ദോശ ഉണ്ടാക്കി തരാറ്. പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് ചെറിയൊരു തട്ടിക്കുട്ടി പരിപാടി. എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞോണ്ടാ തോന്നുന്നു ഇന്നത്തെ എന്റെ ദോശ വലിയ കുഴപ്പമില്ലാതെ ഒരു പരുവത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്തു. ഇനി ഇതിന്റെ കൂടെ കുറച്ച് സാമ്പാർ, കുറച്ച് ക്യാരറ്റ്സും കൂടെ കട്ട് ചെയ്തിട്ട് കഴിക്കണം. 1 അല്ല 3 ആണ് എന്റെ കണക്ക്. അപ്പൊ ഇനി ബാക്കി കൂടി ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിക്കും. മിക്കപ്പോഴും മറന്നു പോകാറുണ്ട്. അതിന് ഓർക്കുവാണെങ്കിൽ കുടിക്കും കേട്ടോ. ഗ്രീൻ ടീയിലും ആന്റി ഓക്സിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിന് കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ സാധാരണ ഒരു ദിവസം 3 മീലല്ലേ കഴിക്കുന്നത്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. അത് മാറ്റിയിട്ട് രാവിലെയുടെ ഉച്ചയുടെ ഇടയ്ക്ക്, ഉച്ചയുടെ രാത്രിയുടെ ഇടയ്ക്ക്, അതായത് വൈകിട്ട്, പിന്നെ രാത്രി, അങ്ങനെ 5 നേരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് എന്നോട് ഡോക്ടർ പറഞ്ഞതാണ്. ഇതുപോലൊരു 5 മീൽ വരുന്ന ഒരു പ്ലാനാണ് ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ തൊട്ടേ കഴിച്ച് നമ്മൾ രാത്രി വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി ഇതോടൊന്ന് കഴിച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങാം. രാത്രിയിൽ യൂഷ്വലി 3 സാധനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും കഴിക്കാറുള്ളത്. 1 നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങ്. അതാണ്. അത് നല്ല ഫൈബറിച്ച് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ സൂപ്പർ ഡൂപ്പർ ആണ്. പക്ഷെ അത് നമുക്ക് വർഷത്തിൽ 365 ദിവസം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് കിട്ടാറുള്ള സമയത്ത് ഞാൻ കുറെ കൂട്ടി വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ദിവസം രാത്രി അത് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. ഞാൻ സാധാരണ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചായിരിക്കും കഴിക്കുന്നത്, വെള്ളത്തിൽ വെച്ച് വേവിക്കാറില്ല. പിന്നെ ഇതെല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന പനീറാണ്. നമ്മുടെ പനീർ കുറച്ച് തക്കാളിയും സവാളയും സാൾട്ട് ആൻഡ് പെപ്പറും ഇട്ട് 2 ഇളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട്. പിന്നെ പനീർ പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് തന്നെ അത് നല്ലതാണെന്ന് നമുക്ക് അത്ര ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഒന്നും കഴിക്കാറില്ല, വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. പിന്നെ കൂടുതൽ ഞാൻ കഴിക്കുന്നത് മാൾട്ട് പൗഡർ ആണ്. അത് നമ്മുടെ റാഗിയും പിന്നെ വേറെ കുറച്ച് മില്ലറ്റ്സ് ഒക്കെ പൊടിച്ചിട്ട് അതിന്റെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാൾട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ 2 സ്പൂൺ മാൾട്ട് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് അത്യാവശ്യം ഒരു 2-3 ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാൾട്ട് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ചൂടൊക്കെ അത്യാവശ്യം മാറുമ്പോഴേക്കും നമുക്ക് 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാമേ. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് ദിവസം കുത്തിക്കേറ്റാറുള്ളത്. ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. എന്നാലും ഒട്ടുമിക്ക ദിവസം ഇതൊക്കെ തന്നെ ആയിരിക്കും. വളരെ ബോറിംഗ് ഡയറ്റ് ആണ്. എന്നാലും അടിപൊളിയായിട്ട് എങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കല്യാണം പ്രമാണിച്ച് ഞാൻ വേറെ കുറെ കാര്യങ്ങളൊക്കെ എന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും പിന്നെ വെഡിങ് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. അപ്പൊക്കെ ബൈ.